ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കാറ്ററിംഗ് സ്റ്റൈലിൽ നാരങ്ങ അച്ചാർ. വളരെ സിമ്പിളാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇതിനാവശ്യമായിട്ട് വേണ്ടത് ചതച്ച വെളുത്തുള്ളി, ചതച്ച ഇഞ്ചി, പിന്നെ നമ്മൾ പുഴുങ്ങി അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ട പൊടികൾ നമുക്ക് മേക്കിങ്ങിൽ തന്നെ പറഞ്ഞുതരാം. ചൂടായ ഉരുളിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയോട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി മൂപ്പിച്ചു കൊടുക്കുക. ഇതൊന്ന് പരുവായതിനു ശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടി ആ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അത് ഈ പരുവാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ നാരങ്ങ ഇതിലേക്ക് തട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. എല്ലാ ഭാഗവും വളരെ കൃത്യമായിട്ട് ആ മസാല നമ്മുടെ ആ നാരങ്ങയിൽ പിടിക്കുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതൊരു പരുവത്തിലൊന്ന് ഡ്രൈ ആയി വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കായപ്പൊടി ഉപയോഗിക്കാം. നമ്മളിവിടെ NS എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ കായമാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും കാറ്റേഴ്സ് എല്ലാം ഈ കായം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കായപ്പൊടി അതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റ് വരെയെങ്കിലും നമ്മളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കാര്യം അത് എല്ലാ ഭാഗത്തും ആ കായപ്പൊടിയും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് വിനെഗർ ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയുടെ മുകളിൽ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. കാറ്ററിംഗ് സ്റ്റൈലിൽ അച്ചാർ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.